മലയാള സിനിമാ പ്രേക്ഷകർക്ക് എക്കാലവും പ്രിയപ്പെട്ട നടിയാണ് ഫിലോമിന. നടി ഫിലോമിനയുടെ വിയോഗം ഇന്നും നികത്താനാകാത്ത വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക്. നടിയുടെ 19ാം മരണവാർഷികമാണെന്ന്. കോമഡിയും വൈകാരിക രംഗങ്ങളും എല്ലാം തന്നെ ഒരുപോലെ അനായാസമായി അവതരിപ്പിക്കുവാൻ സാധിക്കുന്ന അസാധ്യ പ്രതിഭയായിരുന്നു ഫിലോമിനയെന്ന് മലയാള സിനിമാ പ്രേമികൾ എന്നേ അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ഹ്യൂമറും സെന്റിമെന്റ്സും എല്ലാം അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്ന നടി കൂടിയായിരുന്നു ഫിലോമിന. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ പ്രേം നസീറിന്റെ അമ്മയായി കരിയർ തുടങ്ങിയ ഫിലോമിന പിന്നീട് ഗോഡ് ഫാദറിലും ഇൻ ഹരിഹർ നഗറിലും അമ്മായിയമ്മയിലും തുടങ്ങി നിരവധി സിനിമകളിൽ മലയാളികളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഒക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്നും ഫിലോമിനയെ കുറിച്ച് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ആനപ്പാറ അച്ചാമ്മ എന്ന കഥാപാത്രത്തിന്റെ ആനയോട് പറയുന്ന തളിയാനെ പനിനീരെന്ന ഡയലോഗായിരിക്കും. ഗോഡ് ഫാദറിലെ ആനപ്പാറ അച്ചാമ്മയെ അവിസ്മരണീയമാക്കിയ ഫിലോമിനയ്ക്ക് അവർ അർഹിക്കുന്ന സ്ഥാനം പക്ഷേ മലയാളി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാകും ഉത്തരം. എന്നാൽ പക്ഷേ ഇന്നും ഫിലോമിനയെ പല തലമുറകൾ ഓർക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന നടിയുടെ മീമുകൾ. നടി ഫിലോമിനയുടെ വിയോഗം ഇന്നും നികത്താനാകാത്ത വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക്. കോമഡിയും സീരിയസ് വേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയായിരുന്നു ഫിലോമിന. പ്രമേഹ രോഗബാധിതയായിരുന്ന നടി 2006 ജനുവരി 2-ന് 79ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. ഏകമകൻ ജോസഫിനൊപ്പം ചെന്നൈയിലായിരുന്നു ഫിലോമിനയുടെ അവസാന കാലം. ഇന്ന് ഫിലോമിനയുടെ 19ാം ചരമവാർഷികത്തിൽ നടിയെക്കുറിച്ച് നിരവധി സിനിമാ പ്രേമികളാണ് ഓർമ്മകൾ പങ്കുവെക്കുന്നത്. സിദ്ധാർത്ഥ് സിദ്ധു എന്നയാൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമാവുകയാണ്. തിരക്കഥാകൃത്തായ ശ്യാം പുഷ്കറിന്റെ ഒരു പരാമർശത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥ് നടി ഫിലോമിനയെ കുറിച്ചുള്ള തന്റെ ഓർമ്മക്കുറിപ്പ് എഴുതി തുടങ്ങുന്നത്. ശ്യാം പുഷ്കരൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, മികച്ച ആക്ടേഴ്സിന്റെ കുറവ് ഇന്ന് സിനിമയിലെ എഴുത്തുകാരും സംവിധായകരും നേരിടുന്നുവെന്ന്. ഭരത് ഗോപി സാർ, തിലകൻ, കരമന, അടൂർ ഭവാനി, മീന, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, കുതിരവട്ടം പപ്പു, ശങ്കരാടി ചേട്ടൻ അങ്ങനെയുള്ളവർ ഇന്നില്ല എന്നതുകൊണ്ട് അല്പമെങ്കിലും കഴിവുള്ളവരെ വളരെ കഷ്ടപ്പെട്ട് തപ്പി നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ തങ്ങളുടെ കാസ്റ്റിംഗിലോ അല്ലെങ്കിൽ അഭിനേതാക്കളിലോ പോരായ്മകൾ കണ്ടെത്തിയാൽ ഈ പറഞ്ഞ പരിമിതികളും മനസ്സിലാക്കണമെന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യമെടുത്ത് പറഞ്ഞു നിർത്തുന്നു. ഇതായിരുന്നു ശ്യാം പുഷ്കറിന്റെ വാക്കുകൾ. ഇതുകൂടി കടമെടുത്തുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് സിദ്ധാർത്ഥ് കുറിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കുളമാകാൻ സാധ്യതയുള്ളതും പൊട്ടിക്കരയുന്ന സീനാണെന്ന്. നടിയുടെ കാര്യത്തിൽ കോമഡി രംഗങ്ങൾ തന്മയത്വത്തോടെ അഭിനയിച്ച് ഫലിപ്പിക്കുവാനുള്ള കഴിവും. സിനിമയിൽ പല നടന്മാരുടെയും പൊട്ടിക്കരച്ചിൽ കണ്ട് പൊട്ടിച്ചിരിയും നടിമാരുടെ കോമഡി കണ്ട് പൊട്ടിക്കരച്ചിലും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയായി കോമഡി അവതരിപ്പിക്കുന്ന നടി ഫിലോമിന ചേച്ചിയാണെന്ന് നിസ്സംശയം പറയാമെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. അതോടൊപ്പം വളരെയേറെ കഴിവുണ്ടായിരുന്ന ഒരു നടിയായിരുന്നിട്ട് കൂടി ഒരു നിശ്ചിത കാലത്തിന് ശേഷം കോമഡി റോളുകളിലേക്ക് മാത്രം ചേച്ചി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതും ഒരു ദുഃഖമാണെന്നും കുറിക്കുകയാണ് സിദ്ധാർത്ഥ്. കാരണം ഓളവും തീരവും, ചുരം, വിയറ്റ്നാം കോളനി, മീരയുടെ ദുഃഖവും, മുത്തുവിന്റെ സ്വപ്നവും എന്നീ സിനിമകളിലൊക്കെ ഫിലോമിന ചേച്ചിയുടെ വ്യത്യസ്തവും ശക്തവുമായ അഭിനയ മികവ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ചേച്ചിയുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള നിരവധി റോളുകൾ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നു എന്നത് വാസ്തവം. ആണധികാരമോ പെണ്ണധികാരമോ എന്ത് മണ്ണാങ്കട്ടയിലെ വ്യവസ്ഥിതിയായാലും ഫിലോമിന ചേച്ചിയുടെ കഥാപാത്രങ്ങൾ അവയൊന്നിനെയും ആരെയും കൂസാറില്ല. ചേച്ചിയുടെ കഥാപാത്രങ്ങൾ ചാരായം കുടിക്കും, വീട് വലിക്കും, ആണുങ്ങളോട് പഞ്ചാരയടിക്കും, തെരവിളിക്കും, സ്നേഹിക്കും, ദേഷ്യപ്പെടും. അതാണ് ചേച്ചിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നതെന്നും സിദ്ധാർത്ഥ് കുറിക്കുകയാണ്. ചെറിയ സീനിലെ ഉള്ളെങ്കിലും പുള്ളിക്കാരി ചുമ്മാ വന്നങ്ങ് പൊളിച്ചടുക്കി സീൻ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. തലയണ മന്ത്രം എന്ന സിനിമ മലയാള സിനിമയിലെ 5 ലെജൻഡറി നടിമാരുടെ സാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നല്ലോ. KPS ലളിത, ഫിലോമിന ചേച്ചി, സുകുമാരി ചേച്ചി, മീന, ഉർവശി. ഇതിൽ തന്നെ ഫിലോമിന ചേച്ചി കുറച്ച് സീനിൽ മാത്രമേ പടത്തിൽ വരുന്നുള്ളൂ. ആദ്യ സീൻ ഫിലോമിന ചേച്ചി, ഓ രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? പാറു അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കണമെന്ന് നീ എന്താടി സുകുമാരനോട് പറയാഞ്ഞത്? അപ്പോൾ ഉർവശിയുടെ കഥാപാത്രത്തിന്റെ മറുപടി, അയ്യോ ഞാൻ പറഞ്ഞു. അപ്പോൾ സുകുവേട്ടൻ പറഞ്ഞു, അമ്മായി നമ്മുടെ ആരുമല്ല, വിളിക്കണ്ട എന്ന്. ഫിലോമിന ചേച്ചിയുടെ ചോദ്യം, അവൻ അങ്ങനെ പറഞ്ഞു? ഞാൻ അവനെ ശപിച്ചാലുണ്ടല്ലോ ഒരു കാലത്തും അവൻ ഗുണം പിടിക്കില്ല. അടുക്കളയിൽ എന്തൊക്കെയുണ്ടടി എന്നതായിരുന്നു അടുത്ത ചോദ്യം ഫിലോമിനയുടേത്. അതും പറഞ്ഞൊരു പോക്ക ചേച്ചി അടുക്കളയിലോട്ട്. ചേച്ചിക്ക് പ്രായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണല്ലോ. അത് ഓർമ്മിപ്പിച്ച നടൻ രാജൻ പി ദേവിനും നടൻ പപ്പുവിനും മൂക്കില്ല രാജ്യത്ത് എന്ന പടത്തിൽ കണക്കിന് കിട്ടിയിട്ടുമുണ്ട് ഫിലോമിനയുടെ കയ്യിൽ നിന്നും. ഈ ഒരു പടത്തിൽ ശങ്കരാടി ചേട്ടനെ അടിച്ചൊതുക്കി പോമറേനിയൻ പട്ടിയാക്കിയിട്ടിരിക്കുന്ന സുകുമാരി ചേച്ചിക്കും കിട്ടി ഫിലോമിന ചേച്ചിയുടെ വായിൽ നിന്നും നല്ല ഉഗ്രൻ ഒരു കൗണ്ടർ. ആ സീനിലെ എൻട്രി ആയിരുന്നു കിടിലം. കക്ഷത്തിൽ ഒരു സഞ്ജീവ് ഒരു കുടയും ഒക്കെയായിരുന്നു വന്നത്. ചുറ്റുമുള്ള കാഴ്ചയൊക്കെ കണ്ട് ബൂർഷ കോളനിയിലേക്ക് തലയുയർത്തി പിടിച്ചു വന്ന നമ്മുടെ വർക്കിംഗ് ക്ലാസ് ഹീറോയിനായ പാറു അമ്മായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിലോമിനയെ പറ്റി സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തുന്നത്. അതേസമയം ഫിലോമിന എന്ന പ്രഗത്ഭയായ ഈ ഒരു നടിയെ പറ്റി പറയുകയാണെങ്കിൽ ഫിലോമിനയുടെ സ്വദേശം തൃശ്ശൂരാണ്. എന്നാൽ പക്ഷേ സിനിമയിലെത്തിയതിനു ശേഷം ചെന്നൈയിലേക്ക് സ്വയം പറിച്ചു നടുകയായിരുന്നു നടി. അവസാന നാളുകളും ചെന്നൈയിൽ തന്നെയായിരുന്നു.
തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര പുതിയ വീട്ടിൽ ദേവസിയുടെയും മറിയയുടെയും മകളായി 1926 ഫിലോമിന ജനിക്കുന്നത്. പള്ളികളിൽ കൊയർപാടി നടന്നിരുന്ന ഫിലോമിന അച്ഛൻ ദേവസിയുടെ മരണത്തോടെ നാടകങ്ങളിൽ പാട്ടുപാടാനായി പോയി തുടങ്ങുന്നു. ഒരു വരുമാന മാർഗമെന്ന നിലയിലായിരുന്നു ഇത്. പിന്നീട് പാട്ടുപേക്ഷിക്കുകയും നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയുമായിരുന്നു ഫിലോമിന. PJ ആന്റണിയുടെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തിയ ഫിലോമിന 1964 M കൃഷ്ണൻ നായരുടെ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത്. ആദ്യ ചിത്രത്തിൽ തന്നെ നടൻ പ്രേം നസീറിന്റെ അമ്മയായിട്ടാണ് ഫിലോമിന വേഷമിടുന്നത്. 1964 മുതൽ 2003 വരെ മലയാള സിനിമാ ലോകത്ത് സജീവമായിരുന്നു ഫിലോമിന. 750ഓളം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നടി. ഏറെയും അമ്മ വേഷങ്ങളാണ് ഫിലോമിന ചെയ്തത്. നസീർ, സത്യൻ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ മുൻനിര നടന്മാരുടെ അമ്മയായി അഭിനയം ആരംഭിച്ച ഫിലോമിന 45 വർഷത്തോളം ചലച്ചിത്ര ടെലിവിഷൻ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ ആനപ്പാറ അച്ചാമ്മ, സസ്നേഹത്തിലെ അമ്മായിയമ്മ, വിയറ്റ്നാം കോളനിയിലെ ഉമ്മ എന്നിവ ഫിലോമിന ചെയ്തതിൽ എടുത്തു പറയാവുന്ന കഥാപാത്രങ്ങൾ ചിലതാണ്. ആദ്യ ചിത്രമായ കുട്ടിക്കുപ്പായവും ഓളവും തീരവും എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് സംസ്ഥാന അവാർഡ് വരെ നേടിയിട്ടുണ്ട് ഫിലോമിന. 80ാമത്തെ വയസ്സിൽ 2006 ജനുവരി 2 ഫിലോമിന അന്തരിക്കുന്നത്. കടുത്ത അസുഖങ്ങളെ തുടർന്ന് ഫിലോമിന മരണത്തിന് മുൻപ് തന്നെ 2 മാസം അബോധാവസ്ഥയിലായിരുന്നു. മസ്തിഷ്ക ആഘാതത്തെ തുടർന്നാണ് 2005 നവംബർ 23 ഫിലോമിനയെ കോടമ്പാക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സ ഫലിക്കാതെ വന്നതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ ഫിലോമിനയെ നവംബർ 29 വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു. കടുത്ത പ്രമേഹ രോഗി കൂടിയായിരുന്ന ഫിലോമിന 2006 ജനുവരി 2 ചെന്നൈയിലുള്ള KK നഗർ നശപ്പാക്കത്ത് മകൻ ജോസഫിന്റെ വീട്ടിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. മരണത്തിന് ശേഷം ഫിലോമിനയുടെ കുടുംബത്തെക്കുറിച്ച് ഒരു മാധ്യമങ്ങളിലും ഒരു വാർത്തയും വന്നിരുന്നില്ല. ഫിലോമിനയുടെ ജീവിത പങ്കാളി സണ്ണിയാകട്ടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധിഭവനിലാണെന്ന വാർത്ത ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. മരണത്തിന് മുൻപ് തന്നെ ഫിലോമിനയുടെ ഒരു സ്വത്തിന്റെ ഭാഗം സണ്ണിക്ക് കൊടുക്കണമെന്ന് ഫിലോമിന എഴുതി വെച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് യാതൊന്നും ലഭിച്ചതില്ല. യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും മകനോടോ കുടുംബത്തിനോടോ ചോദിക്കുവാൻ അദ്ദേഹം മുതിർന്നതുമില്ല. ഫിലോമിനയുടെ മരണത്തോടെ അക്ഷരാർത്ഥത്തിൽ സണ്ണി അനാഥനാവുകയായിരുന്നു. പ്രേം നസീറിന്റെ പഴയകാല സിനിമകളുടെ സംരക്ഷണാവകാശം ചാനലുകൾക്ക് വാങ്ങി നൽകുമ്പോൾ അവിടെ നിന്നും ലഭിച്ചിരുന്ന കമ്മീഷൻ മാത്രമായിരുന്നു സണ്ണിയുടെ ഉപജീവന മാർഗം. നാട്ടിൽ പ്രേം നസീർ വാങ്ങി നൽകിയ ഒരു വീടും സ്ഥലവും അദ്ദേഹത്തിനുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ അനുജത്തിയുടെ കൈവശമാണ്. വല്ലപ്പോഴും ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അതിഥി മാത്രമായിരുന്നു സണ്ണി. അതിനുമപ്പുറം ആ വീടിന്റെ പേരിലോ സ്ഥലത്തിന്റെ പേരിലോ അനിയത്തിയോടോ അവകാശവാദങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടില്ല. ആ വീട്ടിൽ 10 ദിവസത്തിലധികം നിന്നാൽ എപ്പോഴാണ് ചേട്ടൻ തിരികെ പോകുന്നതെന്ന് അനുജത്തി ചോദിക്കാറുണ്ട്. പോക്കറ്റിൽ പണമില്ലാത്ത അവസ്ഥ കൂടിയായതോടെ മകനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും താനൊരു ഭാരമാണെന്ന് സ്വയം മനസ്സിലാക്കിയപ്പോഴാണ് അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ സംവിധായകൻ ശരത്ചന്ദ്രൻ വഴി ഗാന്ധിഭവനിലേക്ക് സണ്ണി എത്തുന്നത്. ഗാന്ധിഭവനിൽ തന്നെ പഴയ സുഹൃത്തുക്കളായ അന്തരിച്ച TP മാധവനും ചന്ദ്രമോഹനും ഉൾപ്പെടെ 1300-ലധികം കുടുംബങ്ങൾക്കൊപ്പം ശിഷ്ടജീവിതം ജീവിക്കുവാൻ സണ്ണി തീരുമാനിച്ചതുമായിരുന്നു. ഇതൊക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ. അതേസമയം ഫിലോമിനയുടെ പങ്കാളി സണ്ണി ഗാന്ധിഭവനിലുണ്ടെന്ന് അദ്ദേഹം തനിയെ അവിടെ എത്തിച്ചേർന്നതാണെന്നും ഗാന്ധിഭവൻ അധികൃതരോടും ഇടയ്ക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഫിലോമിനയുടെ പങ്കാളി എന്നതിലുപരിയായി മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ സാരഥിയായിരുന്നു സണ്ണി. 82 വയസ്സ് പിന്നിടുന്ന സണ്ണി ഫിലോമിനയുടെ മരണം വരെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന പങ്കാളിയാണ്. എന്നാൽ വിവാഹിതനാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. ഇരുവർക്കും പിറന്ന മകനാണ് ജോസഫ്. ആന്റണി എന്ന വ്യക്തിയാണ് ഫിലോമിന ആദ്യം വിവാഹം കഴിച്ചത്. സിനിമയിൽ എത്തും മുന്നേ തന്നെ 4 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഫിലോമിനയുടെ ഭർത്താവും തിയേറ്റർ ആർട്ടിസ്റ്റുമായ ആന്റണി അവർ മരിക്കുന്നതിനും 41 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഫിലോമിനയുടെ ജീവിതത്തിലേക്ക് സണ്ണി എത്തുന്നത്. പിന്നീട് സിനിമയിൽ ചുവടുറപ്പിച്ചു തുടങ്ങിയതോടെയാണ് നടൻ പ്രേം നസീറിന്റെ ഡ്രൈവറായ സണ്ണിയുമായി ഫിലോമിനയ്ക്ക് ബന്ധമുണ്ടാകുന്നത്. വിവാഹം കഴിക്കാതെ തന്നെ ഇരുവരും അക്കാലത്ത് ഒരുമിച്ച് ജീവിച്ചു. എന്നാൽ പക്ഷേ ഫിലോമിനയുമായിട്ടുള്ള കടുത്ത പ്രണയം മൂലം ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങിയതല്ല എന്നും ഒരു സാഹചര്യത്തിൽ അവരെ കല്യാണം കഴിക്കാതെ തന്നെ ഫിലോമിനയുടെ ഭർത്താവാകുകയായിരുന്നു താനെന്നും സണ്ണി ഒരിക്കൽ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പക്ഷേ ഫിലോമിന തന്നെ മുറിയിൽ വിളിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് സണ്ണി വെളിപ്പെടുത്തിയത്. ഫിലോമിനയുടെ അടുത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ താൻ പെട്ടുപോയതാണ്. ആ സമയത്ത് താനും ഫിലോമിനയും ഇന്നസെന്റുമെല്ലാം ഒരേ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം ഫിലോമിന തന്നോട് പറഞ്ഞു, വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് തന്റെ ഫ്ളാറ്റിൽ വന്ന് കിടക്കാമോ എന്ന്. അങ്ങനെ താൻ അവരുടെ ഫ്ളാറ്റിലെ സോഫയിൽ കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫിലോമിന എഴുന്നേറ്റ് വന്ന് വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് താൻ അവരെ സമാധാനിപ്പിച്ച് മുറിയിലേക്ക് അയച്ചു. എന്നാൽ പക്ഷേ കുറച്ചു കഴിഞ്ഞ് താൻ ഉണർന്നു നോക്കുമ്പോൾ ഫിലോമിന തനിക്കൊപ്പം സോഫയിൽ ഇരിക്കുന്നു. താനും എന്ന് ചെറുപ്പമായിരുന്നുവെന്നാണ് ഫിലോമിനയുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി സണ്ണി മുൻപ് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞത്. താനും ഫിലോമിനയും തമ്മിൽ 10 വയസ്സ് പ്രായ വ്യത്യാസമുണ്ട്. താനാണ് ഇളയത്. ചേച്ചി എന്നാണ് താൻ അവരെ വിളിച്ചിരുന്നതെന്നും വിവാഹം കഴിച്ചിട്ടില്ല, തങ്ങൾ ലിവിംഗ് ടുഗദറിലായിരുന്നുവെന്നുമാണ് ഫിലോമിനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സണ്ണി പറഞ്ഞിട്ടുള്ളത്. അതേസമയം താൻ കല്യാണം കഴിക്കാത്തതിന് കാരണം നടൻ പ്രേം നസീർ ആണെന്നുള്ള ചില വ്യാജ വാർത്തകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പക്ഷേ പ്രേം നസീർ ആയിരുന്നില്ല അതിന് കാരണമെന്നും ഫിലോമിനയുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റൊരു വിവാഹം എന്നതിനെ കുറിച്ച് താൻ ചിന്തിക്കാതിരുന്നതെന്നുമാണ് സണ്ണി പറഞ്ഞത്. എന്നാൽ പക്ഷേ അധികമാരും വാഴ്ത്തിപ്പാടാത്ത ഒരു അഭിനയ പ്രതിഭ തന്നെയായിരുന്നു ഫിലോമിന.
നായകന്റെയോ നായികയുടെയോ സ്നേഹനിധിയായ അമ്മയായി ഫിലോമിനയെ സിനിമാ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകില്ല. പകരം ഉള്ളതുപോലെ പറയുന്ന തനി നാട്ടിൻ പുറത്തുകാരിയായ ഒരു സാധാരണ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഫിലോമിനയുടെ കഥാപാത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അതാണ് ഫിലോമിന. വ്യക്തിജീവിതത്തിലും നടി പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരുപക്ഷെ കുട്ടിക്കാലം മുതൽ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വന്നതിൽ നിന്നുമുണ്ടായ അനുഭവങ്ങളായിരിക്കാം ഫിലോമിന ആരുടെയും മുഖത്ത് നോക്കി ഉള്ളതുപോലെ പറയുവാൻ ധൈര്യപ്പെട്ടിരുന്ന ഒരു തന്റേടിയായി മാറിയതെന്നതാണ് കാരണം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.